ജോക്കുട്ടാ ചക്കരെ മക്കളെ കണ്ടിട്ട് എത്ര ദിവസമായിടാ, എത്ര മിസ് ചെയ്തു ശരത്തങ്കിള്. അതെ, കൊറേ മിസ് ചെയ്തു. ഞാനിവിടെ തലയിട്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഇവിടെ പൊട്ടി. നിങ്ങൾക്ക് വേദന എടുക്കൂലേ? വേദന എടുത്താലും പോട്ടെ, തറയ്ക്ക് വേദന എടുത്ത്. ഞാനിങ്ങനെ ഓരോ ആൾക്കാർ വരുമ്പോഴും നോക്കി നോക്കി നിൽക്കും. ഇപ്പം വരും വിജയക്കുട്ടൻ, ഇപ്പം വരും വിജയക്കുട്ടൻ എന്ന് പറഞ്ഞു. അപ്പൊ വരാതായപ്പോഴത്തേന്തേ അങ്ങനെ തലയിട്ട് ഇടിയോടിടി. പിന്നെ ആന്റി എത്ര ദിവസമായിട്ട് നോക്കിയിരിക്കുക, കാത്തിരിക്കുകയാണെന്ന് അറിയോ ഞങ്ങളെല്ലാവരും. അതൊന്നും പറയും ഇവിടുത്തെ പെൺകുട്ടികൾ എത്ര മാത്രം നിന്നെ കാത്തിരിക്കുന്നു. പക്ഷേ ഒട്ടും ശരിയായില്ല. എന്താണ് മറ്റേ കുട്ടി, എന്താണ് പേര്? ലച്ചു. മോൻ പോയപ്പോഴത്തേക്ക് ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇജോ കുട്ടൻ പോയതില് വിഷമമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അവൻ പോട്ടെ. അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ? പുച്ഛം മോനെ, പുച്ഛം. പിണങ്ങിയായിരുന്നു. എന്റെ ഹൃദയം കിടന്ന് പിടയായിരുന്നു അത് കേട്ടോ. നമ്മള് പിണക്കൊന്നുമില്ല. എന്നിട്ട് പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താണ്? ഞാനിത് ഉറപ്പായിട്ടും ലക്ഷനോട് ഉറപ്പായിട്ട് ചോദിക്കണം മക്കളെ. എന്നിട്ട് ഈ ഓന്തിന്റെ നിറം മാറുന്ന പോലെ ഒരു ഒറ്റ മാറ്റം ഇങ്ങനെ. അതെ, പോവാൻ നേരത്ത് പോവാന്ന് ഇപ്പൊ പാടിയിട്ട് പോയപ്പറ്റി ഞാൻ എന്റെ മനസ്സിൽ വെച്ചുള്ള ഇജോ കുട്ടന്റെ പേരിലൊരു പൂക്കുറ്റി തരുവാ അങ്കിളെ. അത് സ്നേഹം കൊണ്ടല്ലേ. പക്ഷെ താരയുണ്ടല്ലോ അങ്ങനൊന്നും ജനുനാ മക്കളെ, ഉള്ള പോലെ. പക്ഷെ ലച്ചു പാവം അല്ലേ മീനോട്ട്. പൂക്കുറ്റി അടിക്കാൻ പറഞ്ഞു. വേറെ ഏത് പെമ്പിള്ളേരും ഇവിടെ പറഞ്ഞു? അല്ല, അതിന് മുമ്പ് എന്തിനാ പിന്നെ പോയി പണി നോക്കാൻ അല്ല, എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞില്ലേ പൂക്കുറ്റി അടിക്കാൻ. സൗന്ദര്യപ്പണക്കം വല്ലതും ഉണ്ടായി കാണും അല്ലേടാ? ഉണ്ടോ മക്കളെ? ഇല്ല, ഇതൊക്കെ സത്യാണോ? സത്യമാണ് മക്കളെ. സത്യം. എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഇജോ കുട്ടന്റെ പേരിൽ ഞാൻ തരില്ല. കാരണം 4 കുട്ടികൾ ഇജോ കുട്ടനെ സ്നേഹിക്കുന്നില്ല, അവർ 4 പേരും സ്നേഹിക്കുന്നില്ല. എന്റെ സ്നേഹമാണ് വലുത്. ഇജോ കുട്ടൻ പൂക്കുറ്റി ഇവിടെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് എന്നെ കൊണ്ട് അടുപ്പിച്ചു. അണ്ണ വിഷമിച്ച് ഒരു പൂക്കുറ്റി അടിച്ചു മോന്റെ പേര്. എന്റെ ചങ്ക് പറഞ്ഞിട്ട് അടിച്ചത്. ഞാൻ ചോദിച്ചു, അന്ന് പറഞ്ഞില്ലേ ഇജോ കുട്ടനെ പോട്ടെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഇപ്പൊ ആത്ത് പോട്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളു. അതിന് അത്രേ ഉള്ളു സീരിയസ് മക്കളെ. അണ്ണൻ പൂക്കുറ്റി അടിച്ചിട്ട് പിന്നെ നിലത്ത് തല അടിക്കായിരുന്നു. എന്താ ചോദിക്കണം മോനെ, നീ ചോദിക്കണം. അയ്യോ ചോദിക്കണം, എന്തായാലും ചോദിച്ചേ പറ്റൂ. അപകടത്തിലേക്കാ ഇത് പോകുന്നത്. സാരമില്ല മോനെ, വിട്ടുകള മക്കളെ, ഇതൊക്കെ ജീവിതത്തിൽ സഹജം. ഇതൊക്കെ ഞങ്ങള് മോന്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാ. അതുകൊണ്ട് മോനങ്ങ് വിട്ടുകള. അതൊക്കെ അങ്ങ് വിട്ടേ. നമുക്ക് ക്ഷമിക്കാം മക്കളെ. ലച്ചുവിന്റെ അടുത്ത് ഒരു കാര്യം പറയാ, ഇങ്ങനെ ഈ ഞാൻ പോയപ്പം പോട്ടെ എന്നും വന്നപ്പം വരട്ടെ എന്നും പറയരുത്. ഉറച്ചു നിക്കണം. ഉറച്ചു. പിന്നെ മക്കളെ വേറെ എന്തുണ്ട്? പുലിയൊക്കെ കണ്ടോ? പുലിയല്ല, അവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ട് അമ്മേനെ കൊറേ അറിയുന്ന ആൾക്കാരൊക്കെ മരിച്ചുപോയി. ആണോ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ കുഴപ്പമില്ല. നമ്മളുടെ വീടിന്റെ അടുത്തൊന്നും അങ്ങനെ സംഭവിക്കില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കണേ. പിന്നെ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഞാന് രാത്രി കിടക്കാൻ നേരത്തൊക്കെ കുഴിച്ചു വരയ്ക്കാറുണ്ട്. അത് മതി. ദൈവത്തിന്റെ മനസ്സിൽ വിചാരിച്ചാൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. എന്തൊക്കെയായാലും മോൻ വരാത്തപ്പോ സത്യം പറഞ്ഞ ഇവിടെ എത്ര ആൾക്കാരാണ് വിളിച്ചു ചോദിച്ചത്, ഇജോ കുട്ടൻ എന്ത്, ഇജോ കുട്ടൻ എന്ത്, എന്തൊരു ഫാൻസ് ആണ് ഇജോ. പേരാ കൊറേ ഫോളോവേഴ്സ് ഉണ്ട്. ഇജോ കുട്ടനെ കാണണം പറഞ്ഞു ഇവിടെ കരഞ്ഞു. അവിടെ ഇവരെല്ലാം ആശ്വസിപ്പിച്ചു. ഇവിടെ വേറെ ആരായിരുന്നു, ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു 90 വയസ്സുണ്ട്, വന്നിട്ട് പറഞ്ഞ ഇയോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര മനസ്സിലാക്കിയത്. അങ്ങനെ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, ഒരു തോർത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു 2-3 ഇത് ഈ ലച്ചൂട്ടിയെ പോലെ തന്നെ അതിനെക്കാട്ടി സൗന്ദര്യമുള്ള 4-5 പിള്ളേരുണ്ട് അങ്കിളുടെ ക്ലാസ്സിൽ, മ്യൂസിക് ക്ലാസ്സിൽ. പെൺകുട്ടികൾ നന്നായിട്ട് നന്നായിട്ട് പാടും. ആ കുട്ടികൾ കാണുന്നെങ്കിൽ ഇജോ കുട്ടന്റെ എപ്പിസോഡ് മാത്രമേ കാണത്തുള്ളൂ. അവരെ കാണണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. കാണണമെങ്കിൽ കൊണ്ടുവരാം. അല്ല മനസ്സിൽ അങ്ങനെ തോന്നുന്നെങ്കിൽ അത് മറച്ചു വെക്കണ്ട, വേണേ കൊണ്ടുവരാം. അവരുടെ മാന്നും ബീച്ചും കൊള്ള എനിക്ക് പറ്റൂല. പോട്ടെ, ഇനി ഒരു ഫൈനൽ ചോദ്യം കൂടെ. ഏത് പാട്ടാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഫൈനൽ ചോദ്യം. ശരിക്കും ലച്ചുവിനെ ഇഷ്ടമാണ്? അതെ. ആണോ? താരക്കുട്ടിയും ഒരുപോലെ ഇഷ്ടമാണ്. 2 പേരെ ഇഷ്ടമുള്ളോ? അപ്പൊ ക്ഷേത്രയൊക്കെയോ? അതെ, ഇപ്പം മാന്തിയ ക്ഷേത്ര ഭദ്ര എന്നോട് കളിക്കാനൊക്കെ കൂടും. ക്ഷേത്രയാവും വരും. പക്ഷെ യഥാർത്ഥം ആത്മാർത്ഥ ഇഷ്ടം ഈ 2 പേരുടെ അടുത്തേ ഉള്ളൂ കുഞ്ഞിന്. അതില് ലച്ചൂട്ടിയാണ് മെയിൻ അല്ലേ? അതോ രണ്ടുപേരും.
ആ, ഇടത്തും വലത്തുമായിട്ട് ഞാൻ അത് നിൽക്കണം. പറയുമ്പോ എന്തോ ഒരു നാണം. ഒരു പേടി. ഏ? ഇല്ല